ഇതൊക്കെ കണ്ടും കേട്ടും ഭ്രാന്ത് പിടിച്ചവൾ അർച്ചന തെരുവിൽ അലയുന്നത് എനിക്ക് കാണണം. അതാണ് മൂർത്തി ഈ അവന്തികയുടെ പ്രതികാരം. ശരിയേട്ടാ. ആ ശരി. ഇതെന്താ ആരും ഉറങ്ങിയില്ലേ? ഓ, ഞങ്ങളെല്ലാരും ഉറങ്ങിയിട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു. നീ അമ്മ ദേഷ്യപ്പെടണ്ട, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ചേട്ടാ, അമ്മ ദേഷ്യപ്പെട്ടതല്ല. ചേട്ടനെയും കാത്തമ്മ പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? വന്ന് കിടക്കാൻ പറഞ്ഞിട്ടൊന്നും അമ്മ കേൾക്കുന്നില്ല. നിനക്കത് പറയാം. ഈ വീടിന്റെ താങ്ങ് തണലും ഇപ്പോ ഇവൻ ഒരുത്തൻ മാത്രാ. രണ്ടറ്റവും മുട്ടിച്ചു കൊണ്ടുപോവാൻ ഇവൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. രാവിലെ ഇറങ്ങിപ്പോയാ രാത്രി തിരിച്ചു വരുന്നവരെ എനിക്ക് ആദിയാ. അത് ശരി. അപ്പോ ഞങ്ങളൊന്നും താമസിക്കുന്നത് ഈ വീട്ടിലല്ലെന്നാണോ അമ്മ വിചാരിക്കുന്നത്? അമ്മേ, ഞങ്ങൾക്കും അറിയാം സച്ചേട്ടന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയതിന് ഇത്രയൊക്കെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു വഴിക്ക് പോയതല്ലേ. മോനെ, നീ എവിടെങ്കിലും പോകുന്നതല്ല പ്രശ്നം. വരാൻ താമസിക്കണമെന്ന് വിളിച്ചു പറയണ്ടേ? നേരം വൈകിട്ടും ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സമാധാനം ഉണ്ടാവുമോ? അതാണോ കാര്യം? ഫോൺ സൈലന്റ് ആയതാ. അമ്മ വിളിച്ചത് ഞാൻ കേട്ടില്ല. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഫോൺ സൈലന്റ് ആയി പോലും. എടാ, വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇപ്പൊ ഇറങ്ങും മോനെ. അതൊക്കെ ഉടനെ ഇറങ്ങും മോനെ. എടാ, വാടക കൊടുക്കുന്ന കാര്യം എന്തായി? എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ? വാടക കുടിശ്ശിക മുഴുവൻ കൊടുക്കാനില്ല. എങ്കിലും ഇത് കൊടുത്താ പിള്ളച്ചേട്ടൻ കുറച്ച് സമാധാനപ്പെടും. വണ്ടിയുടെ കാര്യം എന്തായി സച്ചേട്ടാ? അതിനി വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കണം. ആ കേസൊന്ന് ജയിച്ചു കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ. അതിനിടയിൽ ഒരുത്തൻ കയറി കോടാലി പോലെ നിൽക്കിയല്ലേ. സന്ദീപിന്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും പേടിയുണ്ട്. ആ അവന്തികയുടെ വരുതിയിലാണല്ലോ അവനിപ്പോ. കോടതിയിൽ അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ വക്കീൽ നോക്കിക്കോളും. ഏട്ടാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഏട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്ത് കാര്യം? എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചാലോ എന്നാ എൻ്റെ ഒരു ആലോചന. എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടിയാ അത് ഏട്ടനൊരു സഹായം ആവില്ലേ? എന്താ ഏട്ടാ? ഹേയ്, ഞാൻ ഓർക്കുമായിരുന്നു. എത്ര പേർക്ക് ജോലി കൊടുത്ത വീടായിരുന്നു നമ്മുടേത്. എത്ര കുടുംബങ്ങളാ സന്തോഷത്തോടെ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിച്ചേ. പക്ഷേ ഇപ്പൊ നമ്മുടെ വീടിന്റെ കഷ്ടപ്പാട് തീർക്കാൻ നീ ജോലിക്ക് പോകുന്ന കാര്യം ഏട്ടൻ ആലോചിക്കാനേ വയ്യ മോളെ. പഴയ കാലത്തെ വലിപ്പം പറഞ്ഞിരുന്ന നമ്മുടെ കഷ്ടപ്പാട് മാറില്ലല്ലോ ഏട്ടാ. കോടതി വിധി വരുന്നതുവരെ ഞാൻ എന്തെങ്കിലും ജോലി നോക്കാൻ തന്നെ തീരുമാനിച്ചു. സച്ചിക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മളോട് പറയാൻ പറ്റാത്ത എന്തോ ഒന്ന് അവന്റെ ഉള്ളിൽ കിടന്ന് കുത്തുന്നത് പോലെ. അത് അച്ഛച്ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും അമ്മേ. അതിനേക്കാൾ വലുതൊന്നും സച്ചേട്ടന് ഓർക്കാനില്ലല്ലോ.
ആ ഗോകുൽ വക്കീലിനെ ഒന്നുകൂടി കാണണം. അതൊന്നും നടക്കുന്നു തോന്നില്ല മൂർത്തി. ഒരു തവണ ശ്രമിച്ച് ഞാൻ പരാജയപ്പെട്ടതാ. ഗോകുൽ സാറിന്റെ റിപ്പോർട്ട് നമുക്കെതിരായാൽ കേസ് നമ്മൾ തോൽക്കും. ഗോകുലിന്റെ പിന്നാലെ നടന്ന് സമയം കളയുന്നതിനേക്കാൾ എനിക്കിപ്പോ ഹരം സച്ചിയുടെ തകർച്ച കാണാനാ. അവൻ 10 വർഷം തെണ്ടി നടന്ന അവന്റെ പെണ്ണിനെ തേടിയില്ലേ? അവളെ, ആ അർച്ചനെ ഞാൻ എന്റെ കാൽ കീഴിലെ വെറൊരു പാവയാക്കി മാറ്റിയില്ലേ? ശത്രുവിനെ ഇങ്ങനെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കുന്നതിന്റെ ഒരു രസം വേറെ എന്തുണ്ട് മൂർത്തി? അതല്ലേ എന്റെ വിജയം. അത് ശരിയാണ്. പക്ഷേ സന്ദീപ് കോടതിയിൽ മൊഴിമാറ്റുമോ എന്നൊരു പേടിയുണ്ട്. സന്ദീപോ? അവന്റെ കാര്യത്തിൽ മൂർത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവനെ ഞാൻ പണ്ടേ വിലയ്ക്ക് വാങ്ങിയതാ. കാശ് കണ്ടാ സ്വന്തം അച്ഛനെ വരെ തള്ളിപ്പറയുന്ന ടൈപ്പാ അവൻ. സച്ചിക്കെതിരെ അവൻ തന്നെ മൊഴി കൊടുക്കും. എന്നിട്ടും സച്ചി അടങ്ങിയില്ലെങ്കിൽ പിന്നെ അവനെ ഈ ഭൂമിയിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്വന്തം അനിയന്റെ കൈകൊണ്ട് തന്നെ അവൻ തീരണം. ആ കമലയ്ക്കും അവിടെയുള്ള അവളുമാർക്കും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ആ ശവത്തിന്റെ ഒരു തരി ഞാൻ വിട്ടുകൊടുക്കില്ല. കത്തിച്ച് കടലിൽ കലക്കിക്കളയും ഞാൻ. മാഡം ശരിക്കും ഒരു പെൺപുലി തന്നെയാ. മാഡത്തിന്റെ ഈ ബുദ്ധിക്ക് മുന്നിൽ ആരായാലും തോറ്റുപോകും. അർച്ചനയ്ക്ക് നാളെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പോലും അവൾക്ക് തിരിച്ചു വരാൻ ഒരിടം ബാക്കിയുണ്ടാവരുത്. എന്റെ പ്ലാൻ ക്ലിയർ ആണ് മൂർത്തി. സച്ചി കൊല്ലപ്പെടും, അനിയൻ ജയിലിലും ആവും. വാടക വീട്ടിൽ നിന്ന് എല്ലാത്തിനെയും ഇറക്കി വിടും. എങ്ങോട്ടും പോവാൻ ഇടവില്ലാതെ എല്ലാം കൂടെ അങ്ങനെ തെരുവിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഇതൊക്കെ കണ്ടും കേട്ടും ഭ്രാന്ത് പിടിച്ചവൾ അർച്ചന തെരുവിൽ അലയുന്നത് എനിക്ക് കാണണം. അതാണ് മൂർത്തി ഈ അവന്തികയുടെ പ്രതികാരം. മോളെന്താ ഇവിടെ? മോൾ ഉറങ്ങിയില്ലേ? അമ്മ എന്തിനാ സച്ചിൻ കൊല്ലൂന്ന് പറഞ്ഞേ?